ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ മല്ലു. എൻ്റെ പേര് അഖിൽ. ഞാൻ ഇന്ന് ഗവൺമെന്റിന്റെ ഒരു വർക്ക് ഫ്രം ഹോം ജോലിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഗവൺമെന്റിന്റെ കീഴിൽ ഒരു പെർമനന്റ് വർക്ക് ഫ്രം ഹോം ജോലി ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾക്കിവിടെ വർക്ക് ചെയ്യാൻ ലാപ്ടോപ്പോ വൈഫൈയോ ഉണ്ടെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷെ ഇതൊന്നും ഇല്ലാതെ നിങ്ങൾക്കൊരു ഫോൺ ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്കിവിടെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്കിവിടെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ജോലി വരുന്നത് ഡയറക്റ്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഒരു ഗവൺമെന്റ് ജോലി കയറാൻ ഒരുപാട് കടമ്പകളുണ്ട്. ഒരു ഫോം ഫില്ല് ചെയ്യണം, എക്സാം അറ്റൻഡ് ചെയ്യണം, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. ഇത്രയും കടമ്പകൾ കടന്ന് മാത്രമേ നമുക്കൊരു ഗവൺമെന്റ് ജോലി നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് അത്രയും തന്നെ സിമ്പിളാണ്. 2-3 ദിവസത്തിനകം നിങ്ങൾക്ക് ജോലിയിൽ കയറാവുന്നതാണ്. ഇവിടെ നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നത് IICE, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് ഇവിടെ നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നത്. ഇവിടെ ഇവർ കർഷകർക്ക് വേണ്ടിയും പാവപ്പെട്ടവർക്ക് വേണ്ടിയും റിസർച്ച് ചെയ്യുന്ന ഒരു സെന്ററാണിത്. പാവപ്പെട്ടവരെയും കർഷകരെയും ഇംപ്രൂവ് ആക്കുന്നതിന് വേണ്ടി ഇവർ ഒരു ആപ്പ് തയ്യാറാക്കുന്നുണ്ട്. ഇവിടെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അവർക്ക് മറുപടി നൽകാൻ, അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ മറുപടി നൽകാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഹയർ ചെയ്യുന്നത്. ഇവിടെ അതിനുവേണ്ടി ഒരു ബൾക്ക് ഹിയറിംഗ് ആണ് നടക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നാൽ, ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഓരോ പദ്ധതികളെ പറ്റി സംസാരിച്ചുകൊണ്ട് വോയിസ് റെക്കോർഡ് ചെയ്ത് നൽകണം. നിങ്ങളുടെ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ട് നൽകണം. ഇതാണ് നിങ്ങളുടെ ജോലി വരുന്നത്. ഇവിടെ ഈ റെക്കോർഡ് ചെയ്ത വോയിസ് ഇവരുടെ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യണം. ഇതാണ് നിങ്ങളുടെ ജോലി വരുന്നത്. പേയ്മെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇവിടെ നിങ്ങൾക്ക് പേയ്മെന്റ് വരുന്നത് 60 മിനിറ്റിന് 900 രൂപയാണ്. ഏകദേശം 1 മണിക്കൂർ അടുപ്പിച്ച് നിങ്ങൾക്ക് 900 രൂപ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നിങ്ങൾക്ക് യാതൊരുവിധ പൈസയും ഇവിടെ ചിലവാക്കേണ്ട ആവശ്യമില്ല. രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്കൊരു അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ അസസ്മെന്റ് ടെസ്റ്റിൽ നിങ്ങൾക്ക് കുറച്ച് പദ്ധതികൾ തരും. ആ പദ്ധതികൾ നിങ്ങൾ വായിച്ചിട്ട് വോയിസ് ആയിട്ട് ഇവർക്ക് അയച്ചു കൊടുക്കണം. ഇത് നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽ, നിങ്ങളുടെ തന്നെ മലയാളത്തിലുള്ള ലാംഗ്വേജ് സ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് സിമ്പിളായി പാസ്സാവുന്ന കാര്യമാണ്. 2-3 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ സെലക്ഷൻ മെയിൽ വരും. അപ്പോൾ തന്നെ നിങ്ങൾക്കിവിടെ ജോലിക്ക് കയറാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ എഡ്യൂക്കേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾ +2 പാസ്സാണെങ്കിലും, നിങ്ങൾ ഗ്രാജുവേഷൻ ആണെങ്കിലും, നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിലും നിങ്ങൾക്കിവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, നിങ്ങളുടെ ജോബ് പ്രൊഫൈൽ എങ്ങനെയാണ് വരുന്നത്, ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങളുടെ ഈ അസസ്മെന്റ് ടെസ്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്നറിയാൻ നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷന് താഴെ നിങ്ങൾക്ക് ഞാൻ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് എത്തുന്ന വ്യക്തികളാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഗവൺമെന്റിന്റെ വർക്ക് ഫ്രം ഹോം ജോലീസും, ഗവൺമെന്റ് ജോലീസും, വർക്ക് ഫ്രം ഹോം റിലേറ്റഡ് ആയിട്ടുള്ള ജോലീസും അറിയാൻ നിങ്ങൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് കടന്നു വരും. ഓക്കെ, ഇവിടെ ഇവിടെ ഒരു ഡിക്ലൈമർ തന്നിട്ടുണ്ട്. ഞങ്ങൾ വി ഡു നോട്ട് ചാർജ് എനിത്തിങ് ദ ആപ്ലിക്കേഷൻ പ്രോസസ്. ഞങ്ങൾ യാതൊരുവിധ പൈസയും വാങ്ങിക്കുന്നില്ല. ഫ്രോഡുകളിൽ പോയി വീഴാതിരിക്കുക. ഞങ്ങളുടെ പേരിൽ ആരും നിങ്ങളെ കോൺടാക്ട് ചെയ്യാറില്ല. നമ്മൾ സ്പീച്ച് റെക്കോർഡിൽ ക്ലിക്ക് ചെയ്യുക. സ്പീച്ച് റെക്കോർഡിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കടന്നു വരും. ഇങ്ങനെ ഒരു പേജ് കടന്നു വരും. ഓക്കെ, ഇതിൽ എഴുതിയിട്ടുണ്ട് സ്പീച്ച് ആൻഡ് റെക്കഗ്നൈസിങ് അഗ്രികൾച്ചർ ആൻഡ് ഫിനാൻസ് ഫോർ ദ പുവർ ഇൻ ഇന്ത്യ. ഇത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ കീഴിലാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ജോബ് പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. ജോബ് പ്രൊഫൈൽ നെയിം എന്ന് പറഞ്ഞാൽ സ്പീച്ച് റെക്കോർഡിംഗ് ഇൻ യുവർ ലോക്കൽ ലാംഗ്വേജ്. ലോക്കൽ ലാംഗ്വേജിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീച്ച് റെക്കോർഡ് ചെയ്യാനുള്ളത്. ഇവിടെ നിങ്ങളുടെ ഏതെങ്കിലും ലോക്കൽ ഭാഷയിൽ സ്പീച്ച് റെക്കോർഡ് ചെയ്യണം. നിങ്ങളുടെ സ്കിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ നേറ്റീവ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ഭാഷ നിങ്ങൾ പഠിച്ചിരിക്കണം. ഏതെങ്കിലും ഡിഗ്രിയിലോ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, ഡിഗ്രി പഠിക്കുമ്പോഴോ +2 പഠിക്കുമ്പോഴോ ഏതെങ്കിലും ഒരു പ്രാവശ്യം നിങ്ങൾ നിങ്ങളുടെ ഭാഷ പഠിച്ചിരിക്കണം. നിങ്ങളുടെ കയ്യിലൊരു സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കണം. നല്ലൊരു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടായിരിക്കണം. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ലൊക്കേഷൻ പറയുന്നത്, നിങ്ങൾക്ക് ഇവിടെ ഇന്ത്യയിൽ എവിടെയെന്ന് വേണമെങ്കിൽ നിങ്ങൾക്കിവിടെ വർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്വാളിഫിക്കേഷൻ്റെ കാര്യം ഇവർ പറയുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് ആണ്, പോസ്റ്റ് ഏത് ഗ്രാജുവേറ്റിനാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ +2 പാസ്സാണെങ്കിലും, നിങ്ങൾ ഗ്രാജുവേറ്റ് ആണെങ്കിലും, നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിലും ഇവിടെ പ്രശ്നമില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം.
അത് കഴിഞ്ഞ് രണ്ടാമത്തത് വരുന്നത് നിങ്ങൾ ഫ്രഷർ ആണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയ വ്യക്തിയാണെങ്കിലും യാതൊരുവിധ പ്രശ്നവുമില്ല, നിങ്ങൾക്കിവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് റെമ്യൂണറേഷൻ കൊടുത്തിട്ടുണ്ട്. ബേസിക് റെമ്യൂണറേഷൻ നിങ്ങളുടെ 900 രൂപയാണ്. 1 മണിക്കൂറിന് നിങ്ങൾക്ക് 900 രൂപ നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതാണ്. നല്ലൊരു എമൗണ്ടാണ്. നിങ്ങൾക്ക് ജോബ് ഡിസ്ക്രിപ്ഷനും ഇവിടെ നിങ്ങൾക്ക് ജോബ് ഡിസ്ക്രിപ്ഷനും റെസ്പോൺസിബിലിറ്റി പറഞ്ഞിരിക്കുന്നതെല്ലാം നോക്കാം. ഇവിടെ നിങ്ങൾക്കൊരു ടോപ്പിക്ക് തരും, അത് നിങ്ങൾ പഠിച്ചുകൊണ്ട് ടോപ്പിക് റെക്കോർഡ് ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ക്ലിക്ക് ഹർ ടു അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഫോം ഓപ്പൺ ആയി വരും. ഓക്കെ, നിങ്ങളുടെ മെയിൽ ഐ ഡിയൊക്കെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കൊടുത്തിരിക്കും. ഓക്കെ, നോ അബൌട്ട് ജോബ് പ്ലീസ് വിസിറ്റ് ദ ലിങ്ക്. ഇത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ പറ്റും. നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ഇപ്പം ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ലാസ്റ്റ് നെയിം, ഓക്കെ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ, ഓക്കെ, നിങ്ങളുടെ അഡ്രസ്, നിങ്ങൾ ഏത് സ്ഥലത്താണ്, നിങ്ങളുടെ നേറ്റീവ് പ്ലേസ് ഏത് സ്ഥലമാണ്, നിങ്ങളുടെ നേറ്റീവ് പ്ലേസിൻ്റെ പിൻകോഡ്, നിങ്ങൾ എത്ര വർഷമായി അവിടെ താമസിക്കുന്നുണ്ട്, ഓക്കെ, ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന കറണ്ട് പ്ലേസിൻ്റെ സ്ഥലം, അല്ലെങ്കിൽ നിങ്ങൾ പണ്ടത്തെ സ്ഥലമാണെങ്കിൽ അവിടെ കൊടുക്കുക. നിങ്ങൾ പുതിയ ഏതെങ്കിലും സ്ഥലത്തോട്ടാണ് താമസം മാറിയെങ്കിൽ അവിടെ കൊടുക്കുക. അവിടുത്തെ പിൻകോഡ് കൊടുക്കുക. നിങ്ങളിപ്പോൾ കറണ്ട് സ്ഥലത്ത് എത്ര വർഷമായി താമസിക്കുന്നത് അത് തന്നെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ സ്ഥലം മാറിയിട്ടില്ലെങ്കിൽ, അഥവാ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലം മാറിയിട്ടുണ്ടെങ്കിൽ ആ മാറിയ ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങളുടെ മദർ ടങ് ആൻഡ് നേറ്റീവ് ലാംഗ്വേജ്, ഇവിടെ നിങ്ങൾക്കറിയാവുന്ന ലാംഗ്വേജ് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എനിക്ക് മലയാളം മാത്രം അറിയാമെങ്കിൽ ഞാൻ മലയാളം മാത്രം ക്ലിക്ക് ചെയ്താൽ മതിയാവും. വർക്ക് ചെയ്യുന്നുണ്ടോ, ഏതെങ്കിലും ഡെസ്റ്റിനേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, ഏതെങ്കിലും ഓർഗനൈസേഷൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ്. ഇല്ലെങ്കിൽ എന്നെ കൊടുത്ത് വിടാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് CV ലിങ്കാണ് നിങ്ങൾക്ക് കൊടുക്കാവുന്നത്. നിങ്ങളുടെ പുട്ട് യുവർ ലേറ്റസ്റ്റ് CV ലിങ്ക്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂം ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്യുക. അത് നിങ്ങളുടെ ലേറ്റസ്റ്റ് റെസ്യൂം നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്യുക. സേവ് ചെയ്ത ശേഷം ആ ലിങ്ക് ഇവിടെ പോസ്റ്റ് ചെയ്യുക. അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ കൊടുക്കുക. ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജാണ് നിങ്ങൾക്ക് ഇത്രയും കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മലയാളമാണെങ്കിൽ അതർ കൊടുക്കുക. അതർ കൊടുത്തിട്ട് മലയാളം ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടതാണ്. മലയാളം ഒന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങളുടെ സ്ഥലം തന്നെ കൊടുക്കുക. നിങ്ങളുടെ പിൻകോഡ് തന്നെ കൊടുക്കുക. യെസ് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസ് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഈ ഗവൺമെൻറ് കീഴിൽ വരുന്ന വർക്ക് ഫ്രം ഹോം ജോലി നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് സംസാരിച്ചു കൊണ്ട് നിങ്ങൾക്ക് പൈസ നേടാൻ സാധിക്കും. കാരണം ഇവിടെ 1 മണിക്കൂർ തന്നെ 900 രൂപ നിങ്ങൾക്ക് സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അതൊക്കെ നിങ്ങളുടെ ലാംഗ്വേജ് സ്കില്ലും നിങ്ങളുടെ വോയിസ് മോഡുലേഷനും ഒക്കെ അനുസരിച്ചായിരിക്കും നിങ്ങളെ അവർ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അസസ്മെൻറ്റ് ടെസ്റ്റ് പാസ്സാവുന്നതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വോയിസ് ഒന്ന് ടെസ്റ്റ് ചെയ്യുക. വോയിസിൽ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്ത ശേഷം നിങ്ങൾ അസസ്മെൻറ്റ് ടെസ്റ്റ് പോകുക. എന്തെങ്കിലും ഒരു മാറ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി നിങ്ങൾ സംസാരിച്ചുകൊണ്ട് ഒന്ന് പ്രിപ്പയർ ആവുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഏറെയായിരിക്കും. നല്ലൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ വിട്ടുകളയാതിരിക്കുക. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഈ ജോലിയെ പറ്റിയോ എന്തെങ്കിലും ഇതിന് മുന്നേ ഞാൻ ഇട്ട ജോലിയെ പറ്റി എന്തെങ്കിലും സംശയങ്ങളാണ് നിങ്ങൾ എൻ്റെ കമൻറ്റ് വഴി നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് എങ്ങനത്തെയാണ് വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് വഴി രേഖപ്പെടുത്താവുന്നതാണ്. കൂടാതെ മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് എത്തുന്ന വ്യക്തികളാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വർക്ക് ഫ്രം ഹോം ജോലിയും ഗവൺമെൻറ് വർക്ക് ഫ്രം ഹോം ജോലിയും ഗവൺമെൻറ് ജോലീസും എല്ലാം എൻ്റെ ഈ ചാനൽ വരുന്നുണ്ട്. ഇനി ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിലോട്ട് വരുന്നുണ്ട്. ഓക്കെ.